ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ 140 നിയോജക മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന പ്രക്രിയ ചെറിയ തോതിൽ 3 മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം ഒരു ത്രികോണ മത്സരമായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി, BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി, ഇങ്ങനെ 3 മുന്നണികളാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ കാര്യമായി പ്രവർത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ചരിത്രത്തിൽ ഒരുപക്ഷെ 3ാം മുന്നണി ഗൗരവമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതായിരിക്കും എന്ന് വേണം കരുതാൻ. കേരളത്തിൽ വർഷങ്ങളായി 2 മുന്നണികൾ തമ്മിലുള്ള മത്സരങ്ങളായിരുന്നു. CPM അല്ലെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന UDFും തമ്മിലായിരുന്നു ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഗൗരവമായ മത്സരം നടന്നിരുന്നത്. എന്നാൽ BJP കേരളത്തിലെ ആധിപത്യം ഉണ്ടാക്കുന്നതിൻ്റെ ശ്രമഫലമായി അവരും ഇപ്പോൾ വളരെ ശക്തമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 3 മുന്നണികളും ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 140 മണ്ഡലങ്ങളിൽ ആരൊക്കെ ആയിരിക്കണം സ്ഥാനാർത്ഥികൾ എന്നതാണ്. ഇവിടെ പലവിധമായിട്ടുള്ള പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ മുന്നണികളും മുൻകാലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനകത്ത് പ്രാദേശിക പരിഗണനയുണ്ട്, സാമുദായിക പരിഗണനയുണ്ട്, മത പരിഗണനയുണ്ട്, മറ്റ് പലതരത്തിലുള്ള പരിഗണനകളുണ്ട്. ഇപ്പോൾ എല്ലാ മുന്നണികളും ഏകസ്വരത്തിൽ പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് പുതിയതായി യുവതീ-യുവാക്കൾക്കും സ്ത്രീകൾക്കും അർഹമായ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ 3 മുന്നണികളും ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. പഴയ ആളുകളെ വെച്ചുകൊണ്ട് തന്നെ നിരന്തരമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. ധാരാളം യുവാക്കൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യുവതികൾ തയ്യാറായി വന്നിട്ടുണ്ട്. ആ കാര്യം പരിഗണനയിൽ എടുത്തുകൊണ്ട് വനിതകൾക്കും യുവാക്കൾക്കും അർഹമായ സ്ഥാനം സ്ഥാനാർത്ഥി പട്ടികയിൽ നൽകുവാനുള്ള ആലോചനകളാണ് ഇപ്പോൾ 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഇരയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അവർ പ്രതീക്ഷിച്ചിരുന്ന പല സീറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 6 കോർപ്പറേഷനുള്ള കേരളത്തിൽ അവർക്ക് ഒരു കോർപ്പറേഷന്റെ മേയർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുപോലും കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ മേയറായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്നത്. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട പല കോർപ്പറേഷനുകളും, ഉദാഹരണമായി കൊല്ലം, ഒരു കാലത്തും UDFന് മേയർ സ്ഥാനം ലഭിക്കാതിരുന്ന കൊല്ലം കോർപ്പറേഷൻ ഇപ്പോൾ LDFനെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് UDF കൈയടക്കിയിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്ന 3 കോർപ്പറേഷനുകളിലും വളരെ ശ്രേഷ്ഠമായ വിജയം നേടിക്കൊണ്ടാണ് UDF അധികാരം പിടിച്ചെടുത്തത് എന്ന് തന്നെ വേണം പറയാൻ. കൊല്ലം ജില്ല എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ടയായിരുന്നു എന്നാണ് അവിടുത്തെ മുൻ തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കൊല്ലത്തെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന 2 ഇടതുപക്ഷ പാർട്ടികളാണ് CPMഉം CPIയും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പിടിച്ചെടുത്ത് ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ മേയർ ആണിപ്പോൾ അവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റത്. ഇനിയിപ്പോൾ അവിടെ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊല്ലം നഗരത്തിൽ ആരായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ഒരു പ്രശസ്ത ചലച്ചിത്ര താരം കൂടിയായ മുകേഷാണ്. മുകേഷ് 2 പ്രാവശ്യം 2021-ലും 2016-ലും നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിൽ അംഗമായ ആളാണ്. ഒരു കലാരംഗത്ത് പൂർണ്ണസമയ പ്രവർത്തകനായിരുന്ന ഒരു സിനിമാ നടൻ ഇതുപോലെ രാഷ്ട്രീയത്തേക്ക് വന്നത് ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമാണ്. സംസ്ഥാന ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുന്ന ശ്രീ MP ഗണേഷ് കുമാറും ഒരു സിനിമ നടനാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല.
പൂർണ്ണസമയ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവർ ഇപ്പോൾ ആസക്തരായിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായ മാറ്റം കൊണ്ടാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഇപ്പോൾ കൊല്ലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതെന്ന് ചോദിച്ചാൽ മുകേഷിന് പകരക്കാരനായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. പല കാരണങ്ങളാൽ മുകേഷിന് ഒരു മൂന്നാം വട്ടം മത്സരിക്കാൻ അവസരം കൊടുക്കുന്നില്ല, പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വാർത്ത പരസ്യമായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേരിൽ ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. സിനിമാ ലോകത്ത് നിന്നുള്ള ചില ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ താഴേക്കിടയിലുള്ള അംഗങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അങ്ങനെ പല കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഒരു മൂന്നാം ഊഴം കൊടുക്കാനായി എന്തായാലും CPM തയ്യാറാകുന്നില്ല എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് തുല്യനായിട്ടുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അവിടെ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കൊല്ലത്തെ ഒരർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിയന്ത്രിക്കുന്നതെന്ന് പറയാം. അത് മറ്റാരുമല്ല, പ്രശസ്തനായിട്ടുള്ള ഒരു MP ശ്രീ NK പ്രേമചന്ദ്രനാണ്. അദ്ദേഹം കൊല്ലത്ത് നിന്ന് നിരന്തരമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന UDF-നെ പ്രതിനിധീകരിക്കുന്ന ഒരു കരുത്തനായ നേതാവാണ്. RSPയിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹത്തെ എല്ലാ പാർട്ടികളും ആദരിക്കുന്നു. പലവട്ടം അദ്ദേഹം പ്രഗത്ഭനായ പാർലമെന്റേറിയൻ എന്ന രീതിയിൽ അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ളയാളാണ്. അതുപോലെ പ്രശസ്തനായിട്ടുള്ള ഒരു RSP നേതാവും അതിന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലുള്ള ഷിബു ബേബി ജോൺ, കേരളത്തിലെ RSPയുടെ അനിഷേധ്യ നേതാവായിരുന്ന ശ്രീ മുൻ മന്ത്രി ബേബി ജോണിന്റെ മകൻ, ചവറ നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി കേരള നിയമസഭയിലേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല വേരോട്ടമുള്ള ഒരു മണ്ഡലമായാണ് കൊല്ലം ജില്ലയിലെ ഈ രണ്ട് മണ്ഡലങ്ങളും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മുകേഷിന് പകരം ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. UDF എന്തായാലും കൊല്ലത്ത് നല്ല മത്സരം കാഴ്ചവെക്കുന്ന രീതിയിൽ തക്കതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. ഒരു യുവ സ്ഥാനാർത്ഥിയെ തന്നെ കർമ്മരംഗത്തിറക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിൻ്റെയും പട്ടിക പുറത്തു വന്നിട്ടില്ല. എന്തായാലും CPM ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി മുകേഷിന് ഒരിക്കൽ കൂടി മത്സരിക്കാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് അവർ തീരുമാനമെടുത്തപ്പോൾ ഒരു പകരക്കാരനുണ്ടാകണം. പല പേരുകളും അവരുടെ പരിഗണനയിൽ ഉണ്ടെന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവസാനത്തെ പേര് ആരായിരിക്കുമെന്നത് പുറത്തു വരുന്നത് വരെ ആർക്കും തന്നെ വ്യക്തമായി പറയാനായി സാധിക്കുകയില്ല. അവിടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ആളുകൾ, സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, വനിതകളായിട്ടുള്ള ആളുകളൊക്കെ സ്ഥാനാർത്ഥികളാകാൻ അവർ താല്പര്യപ്പെട്ടു ഇരിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്തായാലും കൊല്ലത്തെ ഒരു തെരഞ്ഞെടുപ്പ് വളരെ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മുകേഷിന്റെ അസാന്നിധ്യം കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. മാത്രവുമല്ല, കൊല്ലം ജില്ല CPM-ന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും ഇപ്പോഴുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നഗരത്തിന്റെ അവരുടെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ UDF ആണ് കൊല്ലം നഗരം ഭരിക്കുന്നത്. കൊല്ലം നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അടങ്ങിയതാണ് കൊല്ലം നിയോജക മണ്ഡലം. അപ്പോൾ ഈ നഗരത്തിലെ സ്വാധീനം നിയോജക മണ്ഡലത്തിന് ഉണ്ടാകുമ്പോൾ UDF-ന് ഒരു മേൽക്കൈ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വനിതാ സ്ഥാനാർത്ഥി ആയിരിക്കും UDF-നെ അവിടെ പ്രതിനിധീകരിക്കാൻ പോകുന്നത്. BJP-ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമല്ല. അവരത് ഏകാസ് മണ്ഡലമായിട്ട് കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ ഒരു UDF-LDF മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിൽ. എന്തായാലും അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാവരും ജിജ്ഞാസയോടും ആകാംക്ഷയോടും കൗതുകത്തോടും കൂടി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് മുകേഷിന്റെ രാഷ്ട്രീയ ജീവിതം ഇതോടുകൂടി തന്നെ പൂർണ്ണമാക്കി അദ്ദേഹം ഒരു പക്ഷേ സിനിമാ ലോകത്തേക്ക് മടങ്ങുമോ എന്ന് പോലുമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത വളരെ കുറഞ്ഞിരിക്കുന്നു. പല ആരോപണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിന്റെ പിന്തുണയൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അതിനെ പറ്റിയതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നതാണ് UDF-ന്റെ LDF-ന്റെയും വലിയ വെല്ലുവിളി. രണ്ടുപേരും ശക്തരായിരിക്കും. ഒരു
ഒരു വളരെ പോരാട്ടമുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ തന്നെ വേണം കൊല്ലം നഗരത്തെ കാണാൻ. മുകേഷിന്റെ ഒരു ഇതിൽ നിന്നുള്ള ഒരു വിട്ടുപോക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലതരത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും പുതിയ സ്ഥാനാർത്ഥിയെ താമസിയാതെ ഈ മാസത്തോടുകൂടി തന്നെ UDF-ലെ പ്രധാന സ്ഥാനാർത്ഥികളെ നല്ലൊരു പങ്ക് പ്രഖ്യാപിക്കുമെന്ന് നേതൃത്വം പറയുന്നുണ്ട്. ഫെബ്രുവരി മാസത്തോടുകൂടി സ്ഥാനാർത്ഥികളുടെ പട്ടിക അന്തിമമായി പുറത്തുവരും. അപ്പോഴായിരിക്കും കൊല്ലം നഗരത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ജനങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നതും വളരെ ആകാംക്ഷയോടുകൂടി അവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നതും. ഏതായാലും CPM-ന്റെ കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണയം അവർക്കൊരു വലിയ കടമ്പയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് അവസാന സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കാത്തിരിക്കുന്നത്.